നമസ്കാരം. സമ്പത്തിന്റെ നിയമങ്ങളിലെ ആ 7-ാം ദിവസത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷെ പണം എവിടെ? ഈ ചോദ്യം നിങ്ങൾ എത്ര തവണ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്? ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? നമ്മൾ ദിവസം മുഴുവൻ വേർപ്പോടെ പണിയെടുത്തിട്ട് മാസാന്ത്യത്തിൽ അക്കൗണ്ടിൽ ഒന്നും ബാക്കി നിൽക്കുന്നില്ലെങ്കിൽ പ്രശ്നം പരിശ്രമത്തിലാണോ മറ്റെന്തെങ്കിലും ആണോ? യെസ്, അവിടെയാണ് സമ്പത്തിൻ്റെ തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നം പരിശ്രമത്തിലല്ല, പകരം നമ്മുടെ ദിശയിലാണ്, നമ്മുടെ ചിന്താഗതിയിലാണ് എന്നുള്ളത്. കഠിനാധ്വാനം ചെയ്താൽ സമ്പത്ത് സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാക്കുക. അതൊരു ആശ്രയം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ എന്നുള്ളത്. പലരും വിശ്വസിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ ഒരു ദിവസം ഞാൻ വിജയിക്കും എന്നുള്ളതാണ്. എന്നാൽ അതല്ല ശരി. അത് പകുതി സത്യം മാത്രമാണ്, അർദ്ധസത്യം എന്നതാണ്. കഠിനാധ്വാനം നമ്മുടെ ജീവനോപാധി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഉറപ്പാക്കും. പക്ഷെ സമ്പത്ത് സൃഷ്ടിക്കാൻ അതുകൊണ്ട് മാത്രം അതിന് ശക്തി ഇല്ല എന്നറിയുക. സമ്പത്ത് ഉണ്ടാക്കുന്നത് സൂക്ഷ്മമായ ചിന്തയിലൂടെ, ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ മാത്രമാണ് എന്നറിയുക. അപ്പോൾ പണം എന്ന് പറയുന്നത് പരിശ്രമത്തിലല്ല, നമ്മുടെ ധനബുദ്ധിയിലാണ് വളരുന്നത് എന്നറിയുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ ചാനലിൽ ബിസിനസ് മസ്റ്ററി ഹബിൻ്റെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. ഫുൾ പോഡ്കാസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്, താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു വെരി മച്ച്. ലവ് യു ആൾ.